പുതിയ മുഖ്യ പരിശീലകനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ അത്രമേൽ പുതുമയുള്ള ഒരു കാര്യമല്ല. കാരണം പല സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് കൂടുതൽ പരിശീലകന്മാർ പരിശീലിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ്. പല സീസണുകളിലും ഇതേ സാഹചര്യത്തിലൂടെ നീങ്ങിയിട്ടുമുണ്ട്. പോരാത്തതിന് പല തവണയും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ കോച്ചിനെ സാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. പല സീസണിലും എക്സെപ്റ്റ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന സീസൺ എന്ന് പറഞ്ഞാൽ ഇവാൻ വുക്കോമനോവിച്ച് തുടർച്ചയായി പരിശീലിപ്പിച്ച 3 സീസണുകളാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്ന സീസൺ എന്ന് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പുതുതായിട്ട് കൊണ്ടുവന്ന പരിശീലകനായിരുന്നു ഡേവിഡ് കെറ്റാലയെ സംബന്ധിച്ചിടത്തോളം ISLന് മുമ്പായിട്ട് തന്നെ 2 ടൂർണമെൻറ്റുകൾ, അതായത് 2 സൂപ്പർ കപ്പിൻ്റെ ടൂർണമെൻറ്റുകളിൽ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് അണിനിരക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായെന്നാണ്. എങ്കിൽ പോലും അവിടെ ഒരു മികച്ച ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ ട്രോഫി ലീഡിംഗ് പൊസിഷനിലേക്ക് നയിക്കുവാനായിട്ട് കെറ്റാലയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ISL ഒരുപാട് പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് പണത്തിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രബിൾ നേരിട്ട പ്രശ്നത്തിലേക്ക് വന്നപ്പോൾ വാല്യബിൾ ആയിട്ടുള്ള താരങ്ങളെ ലോണിന് വിട്ടും അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് മ്യൂച്വലി ബ്രേക്ക് ചെയ്തും കൊണ്ടും ഒക്കെ തന്നെ അധികം മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുകയും അതോടുകൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൻ്റെ മുഖച്ഛായ തന്നെ മാറുകയും കംപ്ലീറ്റ്ലി തന്നെ താരങ്ങളുടെ ക്വാളിറ്റി കുറയുകയും ബ്ലാസ്റ്റേഴ്സ് ടീം കംപ്ലീറ്റ്ലി തന്നെ ഡൗൺ ആവുകയും ചെയ്ത് പോയ സിറ്റുവേഷനിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീമിനെ വെച്ചായിരുന്നു ഡേവിഡ് കെറ്റാല ISLൻ്റെ ഈ ഒരു പുതിയ സീസണിൽ ഏതാണ്ട് 6 കളികളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ 6 കളികളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചത് വെറും ഒറ്റ പോയിൻ്റാണ്. അത് ആ ഒരു മത്സരവും ബ്ലാസ്റ്റേഴ്സ് തോൽക്കേണ്ട മത്സരമാണെന്ന് എടുത്ത് പറയേണ്ടതാണ്. എന്തോ ഭാഗത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, വിജയിച്ചുമല്ല സമനിലയായി 1 പോയിന്റ് ലഭിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. പോരാത്തതിന് കഴിഞ്ഞുപോയിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ പഞ്ചാബിനെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കുകൾ കൊണ്ട് മാത്രം തന്നെ കംപ്ലീറ്റ്ലി കളി കയ്യിൽ നിന്ന് പോയൊരു സിറ്റുവേഷൻ, അതായത് ഒരു ഒത്തൊരുമയോ അല്ലെങ്കിൽ ഒരു ടീമിൻ്റെ ഗുണത്തിന് വേണ്ടി കളിക്കുന്ന ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ഒരു താരങ്ങളുടെ ഭാഗത്തുനിന്നും കാണാത്ത സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന മത്സരത്തിലും ഉണ്ടായിരുന്നത്. അതോടുകൂടി തന്നെ ഡേവിഡ് കെറ്റാലയുടെ സ്ഥാനം തെറിക്കുമെന്നൊരു കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം തെറിക്കുകയും നിലവിലെ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറയുന്ന പരിശീലകനെ നിലവിൽ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയുമാണ്. ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിക്കുകയും പോരാത്ത ഇദ്ദേഹത്തിൻ്റെ നിലവിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് റെലിഗേഷൻ ഒഴിവാക്കുക, കേരള ബ്ലാസ്റ്റേഴ്സിനെ റെലിഗേറ്റ് ആവാതെ അതിൽ നിന്ന് മുക്തരാക്കുക എന്നാണ് നിലവിൽ ഇദ്ദേഹത്തിനുള്ള ഒരു ജോലി എന്ന് പറയുന്നത്. നിലവിൽ ISLൽ 7 മത്സരം കൂടി അവശേഷിക്കുന്ന സാഹചര്യത്തിൽ അതിലൊരു 7 മത്സരത്തിൽ ഒരു 4 മത്സരമെങ്കിലും ജയിച്ചെങ്കിൽ ഒരു നല്ലൊരു പോയിന്റ് നിലവാരത്തിലേക്ക് വന്നുകൊണ്ട് അതിൽ നിന്ന് മുക്തരാകുവാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. ഒന്ന് ഓർക്കുക, ട്രോഫി ഫൈറ്റിംഗ് ആയിരുന്ന ഒരു ക്ലബ്ബാണ് നിലവിൽ ഒരു റെലിഗേഷൻ ഫൈറ്റിലേക്ക് വന്നിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത് മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ തീരുമാനങ്ങളും താരങ്ങളുടെ ഒരു മികച്ച പ്രകടനമില്ലായ്മയും എല്ലാം തന്നെ കാരണമാണ്. ഉറപ്പായും തന്നെ ആരാധകരുടെ ഭാഗത്തുനിന്ന് വളരെ വലിയൊരു വിമർശനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നത്. നിലവിൽ ആഷ്ലി വെസ്റ്റ്വുഡിനെ കൊണ്ടുവന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് താരങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ടാർഗറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ മാക്സിമം പൊട്ടൻഷ്യൽ എടുപ്പിക്കുക എന്നുള്ളൊരു ടാർഗറ്റാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിനും നിലവിലുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീസണിൻ്റെ എൻഡ് വരെ ആയിരിക്കും. സോ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഉറപ്പാണ് മിക്ക പരിശീലകന്മാരും വന്നും നിന്നും ഒക്കെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. ആരെ വന്നിട്ട് ഒരു മികച്ച രീതിയിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് മാറുവാനായിട്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. ഇതുവരെ ട്രോഫി ഇല്ലാത്ത ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ റെലിഗേഷൻ സോണിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ അതിൽ നിന്ന് രക്ഷിക്കുകയാണ് ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. പോരാത്തതിന് അദ്ദേഹത്തിൻ്റെ സൈനിങ്ങിന് പുറമെ പല റൂമറുകളും നിലവിൽ കേൾക്കുന്നുണ്ട്. അതായത് പല പുതിയ താരങ്ങളെയും തിരിച്ചു കൊണ്ടുവരുന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ അതൊക്കെ തന്നെ കണ്ടു തന്നെ അറിയാവുന്നതാണ്.